എൻ്റെ ഗോൾ ഇപ്പോൾ ആക്ച്വലി അതാണ്, കേരളത്തിലെ നാച്ചുറൽ ബിൽഡേഴ്സിൽ ടോപ്പാണ് ക്ലാസിക് ഫിസിക്ക്. ബാക്ക് ടു ഫ്രണ്ട് പോസ്റ്റ് സെറ്റാ. നല്ല ചിക്കൻ ഫ്രൈ ഉണ്ട്. എന്താ ചിലപ്പോൾ ദോശ ഉണ്ടായിരിക്കും. ഇത് ഫ്രണ്ട് പോസാ, ഇവിടുന്ന് സൈഡ് വരും. സോ ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. യെസ്, നമ്മളിപ്പോൾ ഉള്ളത് കൊടുങ്ങല്ലൂരാണ്. IPCയുടെ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ഷോ നടക്കുന്നത് കൊടുങ്ങല്ലൂരാണ്. കുറച്ച് പേര്, അധികം പേര് ടാനിങ് ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ 1-2 ഷോസ് ഓൾറെഡി കഴിഞ്ഞു. നമ്മളിപ്പോഴാണ് ഇൻ്റർവ്യൂ എടുക്കുന്നത്. കുറച്ച് പേരെ കൂടെ ഉണ്ടായിരുന്നു, ടീം പ്രോയിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. ആൻഡ് എൻ്റെ 2 ക്ലയൻസ് ഇറങ്ങി. ഒരാൾ സെക്കൻഡ് അടിച്ചു, ഒരാൾ ഫസ്റ്റ് അടിച്ചു. എബി എന്താ പറയുക, ഇനി ഓവറോളിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് സത്യം പറഞ്ഞാൽ ഇത് ആദ്യമേ എടുക്കേണ്ടായിരുന്നു. വന്നപ്പോൾ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് ഇൻട്രോ ഇച്ചിരി സെക്കൻഡ് ഹാഫിലേക്ക് മാറ്റി. ബാക്കിയുള്ള വിഷ്വൽസിനായിട്ട് ഇപ്പോൾ ഹൈഡ് കാണിച്ചു. എൻ്റെ കൂടെ എൻ്റെ കസിനുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് തൊടുപുഴയിൽ നിന്ന് എന്താ പറയുക ബൈക്ക് ഓടിച്ചിട്ടാണ് വന്നത്. ഇച്ചിരി റഷായിരുന്നു, വിചാരിച്ച സമയത്ത് എത്താൻ വേണ്ടി പറ്റില്ല. ഹായ് ഡോക്ടർ, എന്തുണ്ട്, സുഖല്ലേ? ഫസ്റ്റ് ടൈം അല്ലേ കാണുന്നത്? തീർച്ചയായും എനിക്ക് നിങ്ങളൊരു വ്യത്യാസം ഇട്ട് തോന്നുന്നില്ല. ഞാൻ ഷർട്ട് വരാൻ വേണമെങ്കിൽ ആണോ? നിനക്കൊന്നാ പിന്നെ ഇറങ്ങിക്കൂടായിരുന്നു. ഇല്ല, കാര്യമൊന്നുമില്ല ഇറങ്ങി. ഹായ്, ഹലോ, സുഖമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. പോസിംഗ് മാസ്ക് എങ്ങനെയുണ്ട്? എന്ത് പയ്യനെ എനിക്കറിയാം, നല്ല പോസിംഗ്. ഞാൻ അന്ന് കണ്ടു, എനിക്കറിയാം. അവൻ്റെ അടുത്ത് അന്ന് വന്നപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അബി, ഹായ് ബ്രോ, ഇവിടെ ഡിസ്ട്രിക്റ്റിൽ ഇറങ്ങി. ഇത് ഞാൻ വെറുതെ യൂട്യൂബിലേക്ക് ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ വന്നേ ഉള്ളൂ. നല്ല രസമുണ്ടല്ലോ ഇവിടെ. ഡെക്കാത്തോലോന്റെ വെച്ച് നോക്കുമ്പോഴത്തേനും ലൈക്ക് എന്താ പറയുക, ഇവരുടെ ഓഡിറ്റോറിയവും ഈ ഒരു ആംബിയൻസും നല്ലതാ. അകത്ത് കയറി കണ്ടില്ല. ഇവിടെ അല്ല നടക്കുന്നത്, അതായത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള നിങ്ങളുടെ ക്യാമറമാനാണോ? ഇവരുടെ ഫ്രണ്ട്സാണ്. ഞാൻ ഒറ്റയ്ക്ക് വന്നതാ, ഞാൻ വ്ലോഗായിട്ട് വന്നതാ. പിന്നെ ഞാൻ ലെൻസ് മാറ്റി കൊടുത്തു. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അതെ, ഇത് നമ്മൾ നേരത്തെ എനിക്കും അത് തന്നെയായിരുന്നു ഒരു ഇത്. അതുകൊണ്ട് ഞാൻ കസിനായിട്ട് വന്നത്. ഒരാളുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. എന്നാ നെക്സ്റ്റ് ഇയറിൽ ഇറങ്ങും. എല്ലാ ഡെക്കാത്തലല്ല വായി വരുന്നത്. ഇതെന്തിങ്ങനെ ICN. യെസ് ഗൈസ്, നെക്സ്റ്റ് ഇയറിൽ ജൂണില് ബാംഗ്ലൂർ ICNൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഇത് ഏതൊക്കെയാണ് ഉള്ള ഇറങ്ങുന്നത്? ഫിസിക്സ് മാത്രം. പിന്നെ കോച്ചും കൂടിയാണ് ഇപ്പൊ ഞാൻ. അതുകൊണ്ട് എന്റെ കൂടെ കാണും. പ്രെപ് കോച്ചാണ്, പോസിംഗ് കോച്ചാണ്. ഇവനെ നമുക്ക് ഇറക്കാം. ഇവനെ പോസിംഗ് ഞാൻ വരും. ഞാൻ പറഞ്ഞല്ലോ, കുറെ പേര് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 2026 ഇറങ്ങാനുള്ള കണ്ടീഷൻ വലിയായിട്ട് ഇല്ലല്ലോ. ഞാൻ മറ്റേ ഇതൊക്കെ ഇട്ടേക്കുക കുറവാ. വ്യത്യാസമുണ്ട്, ബട്ട് കമ്പയർഡ് ടു ബിഫോർ വ്യത്യാസം. അതെ, ഞാൻ അംഗീകരിച്ചേക്കോ. ഇനി അവരത് പറഞ്ഞോട്ടെ. നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. ഇവന്റെ പ്രൊഫൈലിൽ ചെന്ന് ഇവന്റെ വീഡിയോ ശ്രദ്ധിക്കുക, എന്റെ പ്രൊഫൈലിൽ നിന്ന് എന്റെ വീഡിയോ ശ്രദ്ധിക്കുക. നമ്മൾ എടുക്കുന്ന ആംഗിൾ മാറുന്നതനുസരിച്ച് മസിൽ മാസ് കൂടുതലായിട്ടും കുറവായിട്ടും കാണിക്കാൻ. ഇതില്ലേ നിങ്ങളെ എല്ലാവരെയും ഈ ഇൻസ്റ്റാഗ്രാമിൽ വെച്ച് ജഡ്ജ് ചെയ്തുകൊണ്ടാണ് ആ ഒരു സംഭവം വരുന്നത്. നിങ്ങൾ നേരിട്ട് കണ്ടു, കാരണം നല്ലൊരു മാറ്റം മനസ്സിലാവും. ഇപ്പൊ കുറെ വിജാസനൊക്കെ ഒരുപാട് പേര് ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ളവരൊക്കെ പറയാം, ഇമാരെ കണ്ടിട്ടും കൂടിയില്ല. ഞാൻ പറയാം, നോർത്ത് ഇന്ത്യയിലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് അതൊരു കണ്ടന്റ് മാത്രമാണ്. അതിനകത്ത് കുറെ എണ്ണം ഉണ്ട് അങ്ങനെ ഫേക്ക് നെഗറ്റീവ്സിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി മാത്രം കണ്ടന്റ് ഇറക്കുന്നത്. അവർക്ക് റീച്ച് കിട്ടും, കാരണം ഹെഡ് പോകുന്ന ആരുടെയാ. ഇപ്പം നീ ഇപ്പോൾ ഫേമസ് ആണ്, നിന്റെ തല വെച്ച് ഒരു വീഡിയോ ഉണ്ടാക്കുമ്പോൾ ക്ലിക്ക് ബൈറ്റ് ആണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കളിക്കുന്ന ആൾക്കാർ, നമുക്കറിയാം അതിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എങ്ങനെ. അതാണ് തന്നെ, അത്രേ ഉള്ളൂ. അതിന് വലിയ ഇതായിട്ട് കൂട്ടണ്ട. ഇങ്ങനെ കയറി ഇങ്ങനെ അടുത്തേരെ ഞാൻ വാങ്ങിച്ചിട്ട് നിനക്ക് തരത്തുള്ളൂ. അദ്വൈതം എന്ന് പറഞ്ഞ ഒരു ബ്രോ ഉണ്ട്, എറണാകുളത്തുള്ള ബ്രോ. അറിയാവുന്ന GOG ഒക്കെ ഹോസ്റ്റ് ചെയ്ത ഒരാളാണ്. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫിസിക്ക്, ബെസ്റ്റ് നാച്ചുറൽ ഫിസിക്കാ. നോക്കിയോ, നെക്സ്റ്റ് ഇയറിൽ അടുത്ത അവൻ ഇറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. കണ്ടോ, നിബിൻ്റെ കൂടെ ഉള്ള കണ്ടോ, ഏറ്റവും കൂടുതൽ അലിഗേഷൻ കിട്ടാൻ പോണേ അവനായിട്ടായിരിക്കും. ഒരു പ്രോപ്പർ കണ്ടീഷനിൽ വന്നു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഫേക്ക് നെറ്റ് അലിഗേഷൻ വരും. അതങ്ങനെയാണ്. കണ്ടീഷനിങ്ങിന് അനുസരിച്ചിരിക്കും. നമ്മൾ മസിൽ വോളിയം കണ്ടീഷനും ഒരുമിച്ച് വന്നാൽ മാത്രമേ നമുക്ക് ഒരു കോമ്പറ്റീഷൻ ലെവലിലോട്ട് ഇറങ്ങാൻ പറ്റും. ഈ 1 വർഷം കൊണ്ട് ബോഡി ബിൽഡിങ്ങിലോട്ട് ഇറങ്ങുന്ന ആൾക്കാർക്ക് എനിക്ക് പറയാൻ, നിങ്ങൾ ജസ്റ്റ് പേഷ്യൻ്റ് പേഷ്യൻസ് ആയിട്ടിരുന്ന് നിങ്ങളുടെ ബോഡി മാക്സിമം മസിൽ വോളിയം ചെയ്തതിന് ശേഷം ഒരു കോമ്പറ്റീഷൻ ട്രൈ ചെയ്തു കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട്സും കിട്ടും. ഡിസപ്പോയിന്റഡ് ആവത്തില്ല.
എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഈ പറയാം. ഞാൻ ഏകദേശം ഒരു ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനിൽ ഇറങ്ങാൻ തീരുമാനിക്കുന്ന ഏകദേശം 5 വർഷം കഴിഞ്ഞിട്ടാണ്. എൻ്റെ ഫസ്റ്റ് കോമ്പറ്റീഷൻ കഴിഞ്ഞ വർഷമായിരുന്നു. പക്ഷേ ആ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ മിസ്റ്റേക്സ് പറ്റി. ഈ വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ കുറച്ചും കൂടി ബിൽഡ് ചെയ്ത് 1 വർഷത്തെ ഗ്യാപ്പ് എടുക്കാനുള്ള കാരണം അത് തന്നെ. കുറേ പഠിച്ചു. ഇപ്പോൾ അടുത്ത വർഷം ഇറങ്ങുമ്പോഴത്തേക്ക് നോക്കിയോ അടുത്ത വേറെ ലെവലിൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങുന്നുള്ളൂ. അത് മതി, എല്ലാവരോടും തന്നെ പറയാനുള്ളത്. അതിൻ്റെ ഒപ്പം നിങ്ങളുടെ പോസിങ് കൂടി ഗ്രൈൻഡ് ചെയ്യും, എന്താണെങ്കിലും അത് തന്നെ പറയാനുള്ളത്. ഞാൻ ഒരു കാര്യം അത് പിടിക്കാം. ഇവിടെ നിൽക്കുന്ന മോസ്റ്റ് ഓഫ് ദ 10 പേരെടുത്തുണ്ടെങ്കിൽ 2-3 പേര് മാത്രമായിരിക്കും നന്നായിട്ട് പോസ് ചെയ്യുന്നത്. ഉറപ്പാണ്, സത്യം, ഉറപ്പായിട്ടും. അത് ഇവിടെ നിൽക്കുന്ന ഞാൻ സീരിയസ് ആയിട്ടും പറയാം, ആരും കുറച്ചാണെന്നല്ല, ബട്ട് അതാണ് റിയാലിറ്റി. ബട്ട് ആ 10 പേരിൽ ഒരു 9 പേരെങ്കിലും മര്യാദയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടി വരണം. എങ്കിൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്ന ഫിസിക്ക് നമുക്ക് ജസ്റ്റിഫിക്കേഷനോടെ തന്നെ ആൾക്കാരെ കാണിക്കാൻ പറ്റുള്ളൂ. ചുമ്മാ പോയിട്ട് വൾഗറായിട്ട് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനായിട്ട്? ഇപ്പം ഏകദേശം നല്ല ഇന്റർനാഷണൽ ലെവലിൽ നിൽക്കുന്ന ബോഡി ബിൽഡിംഗ് ഫിസിക്കുള്ള ആൾക്കാരാണെങ്കിൽ പോലും മെൻസ് ഫിസിക്കിന്റെ ഭയങ്കര ഈസി ആയിട്ടാണ് തോന്നിക്കുന്നത്. പക്ഷേ മെൻസ് ഫിസിക്കിന്റെ പോസിംഗ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പാടുള്ള കാര്യമാണ്. ആ ഒരു സ്വാഗ് കിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. സമയത്ത് കറക്റ്റ് ആ ഒരു സ്വാഗ് കിട്ടില്ലെന്ന് ട്രാൻസിഷനൊക്കെ കിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ വേണമെന്ന് എക്സാമ്പിൾ ഒന്ന് കാണിച്ചു തരാം. നിന്റെ ഫസ്റ്റ് സ്ട്രാറ്റജി പോസ് ഒന്ന് കാണിച്ചത്. എൻ്റെ പോസ് പിന്നെ ചെരുപ്പ് ചെല്ല്. ഞങ്ങളൊക്കെ അടുത്ത വർഷം മത്സരിക്കണം. നിങ്ങളിപ്പോ നിങ്ങളുടെ പേരെന്താ? എവിടെ വീട്? ചാലക്കുടി. എന്താ ചെയ്യുന്നേ? ഇവിടെ ചെയ്യുന്നുണ്ടോ? പഠിക്കണോ? സെറ്റാക്ക്. ഫോട്ടോ എനിക്ക് അയച്ചല്ലേ. അത് എന്താ പറയാ, ഞാൻ നോർമലി ഇപ്പൊ ഇവന് ഒരു മെൻസ് ഫിസിക് പോസിംഗിന്റെ സംഭവം കാണിച്ചത്. കാരണം ഇവൻ ഓൾറെഡി മാസ്റ്ററിന്റെ പോസിംഗാണ് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്. ഞാൻ അത് കഴിഞ്ഞിട്ട് എന്റെ പോസിംഗിന്റെ സ്റ്റാർട്ടിങ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പോസിംഗ് എല്ലാം സൈഡ് കോൺഫിഡൻസാണ് വരുന്നത്. നമുക്ക് ഇൻഡിവിജ്വൽ കുട്ടി വരുവാണെങ്കിൽ മാത്രമായിരിക്കും എന്താ പറയുക ലെഫ്റ്റിലേക്കൊക്കെ പോകേണ്ടത്. ബാക്കിയെല്ലാം റൈറ്റേ വരും. ഇപ്പോൾ റൈറ്റിലേക്ക് കാണിക്കുവാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇത് ഫ്രണ്ട് പോസാ. ഇവിടുന്ന് സൈഡ് വരും, ഇവിടുന്ന് ബാക്ക് വരും. ഇത്രേ ഉള്ളൂ. സ്വാഗ് കണ്ടോ? ഇപ്പം ഇതേ സമയം പോസിങ് അറിയാത്ത ഒരാളെ വരികയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. അതും ചെയ്യുന്നത് ഇതിനകത്ത് സ്വാഗ് കാണത്തില്ല. നമ്മൾ വന്നിട്ട് വെട്ടിക്കുക അന്തമാതിരി. സോള് പോവും. സോള് വേണം. സെറ്റാക്ക്. ഓൾ ദി ബെസ്റ്റ്. സബ് ജൂനിയർ അല്ലേ? ഷോൾഡർ മാത്രം ജസ്റ്റ് പമ്പ് ചെയ്ത് അല്ലേ? സബ് ജൂനിയർ അല്ലേ? സബ് ജൂനിയറും ജൂനിയറും ഒരുമിച്ചാണ് ഇറങ്ങണം. അതെ അതെ അതെ. നോക്കാം അവന്റെ പോസിംഗ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ആ ലൈനപ്പ് ഇരിക്കുന്ന ആൾക്കാരും അവന്റെ പോസിംഗ് സ്റ്റൈലും വ്യത്യാസം ഉണ്ടെന്ന് നോക്കാം. അവന് നല്ല ഒഴുക്ക. ഞാൻ അവന്റെ പോസ് ഇതുപോലെ ഒഴുക അവൻ കിടന്നിട്ട് നല്ല രസമാണ്. അവനൊരു 4 പേരുടെ പോസിംഗ് റൊട്ടിയെ മിക്സ് ചെയ്തൊരു അവിയൽ കണക്കാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, വരുന്നില്ലേ? ആരാ ഇറങ്ങുന്നത്? ദിലീപ. പിന്നെ നമുക്ക് കണ്ടീഷനാൻ വേണ്ടി കാണല്ലേ. ജൂനിയറിന്റെ മെൻസ് ഫിസിക് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് അതായത് റൈറ്റ് സൈഡിൽ നിങ്ങളിപ്പോൾ കാണുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് മൂന്നാമത് നിൽക്കുന്ന അബി നമ്മുടെ ഇടുന്ന 1 സെഷൻ 7 സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കറക്ഷൻസ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് പോസിങ് ചെയ്യാനാണ് കേട്ടോ. നമുക്ക് എൻഡ് ഓഫ് ദി ഡേ എന്താ റിസൾട്ട് നോക്കാം. മെൻസ് ഫിസിക്കിന്റെ സബ് ജൂനിയർ കാറ്റഗറിയാണ്. യെസ്, മെൻസ് ഫിസിക് സബ് ജൂനിയർ കാറ്റഗറിയിൽ ഗോൾഡ് വിന്നറാണ്. അതായത് ഫസ്റ്റ് പ്രൈസ് ഇവരാണ് കിട്ടിയത്. below 170 champion, rank number 268, Rayhan. Rank number 268, Rayhan. എന്തായാലും കൺഗ്രാറ്റ്സ് ബ്രോ. നെക്സ്റ്റ് അടിക്കും. നെക്സ്റ്റ് ഇല്ല, അത് മതി. അതാണ് ഹാപ്പി അല്ലേ? ഇല്ല, ഞാൻ തന്നെ ടീം. എനിക്ക് എന്റെ ടീമൊന്നുമില്ല, എല്ലാവരും അതാണ് എന്റെ ടീം. ഐ നൈസ് ദാ വാട്ട് ഡേ യു റൈറ്റ്. ബാക്ക് ടു ഫ്രണ്ട് പോസ്റ്റ്. സെറ്റാ. കഴിഞ്ഞ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ഡെക്കാത്തലോൺ ഷോയിൽ ആദർശ് നമുക്കൊരു ബിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവൻ ക്ലാസ് ഫിസിക് മാത്രമേ ഫോക്കസ് ചെയ്യുന്നു പറഞ്ഞിട്ട്.
നമുക്ക് വീണ്ടും നമ്മളെ സർപ്രൈസ് നോക്കാം. അതേ മെൻസ് ഫിസിക്ക് ഇറങ്ങാം. എന്ത് മെൻസ് ഫിസിക്ക് ഇറങ്ങാൻ കാരണം? ആശാൻ പറഞ്ഞ എനിക്ക് മെൻസ് ഫിസിക്കിന്റെ ഫ്രെയിം ഉണ്ടെന്ന്, അപ്പോൾ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി. ഇപ്പോൾ മെൻസ് ഫിസിക്കും കൂടി ഓക്കെ ആണെങ്കിൽ മേ ബി ഫ്യൂച്ചറിൽ ഞാൻ ബോഡി ബിൽഡിങ് കിറ്റ് ചെയ്തിട്ട് മെൻസ് ഫിസിക്കും ക്ലാസിക് ഫിസിക്കും, എന്നാലും ക്ലാസിക് ഫിസിക്ക് ആയിരിക്കും എൻ്റെ മെയിൻ. മെൻസ് ഫിസിക്ക് ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഒരു 2-3 സ്റ്റേജ് ഞാൻ നോക്കിയിട്ട് എങ്ങനെയാണോ അതിനനുസരിച്ച്. ക്ലാസിക് ഫിസിക്ക് ഇപ്പോൾ ഏകദേശം ഞാൻ കൺഫേം ആക്കിയാൽ ക്ലാസിക് ഫിസിക്സ് മെയിൻ ആക്കി. ഇനി മെൻസ് ഫിസിക്ക് നോക്കണം. ഡിസ്ട്രിക്റ്റിൽ നിനക്ക് ഡിസ്ട്രിക്റ്റിൽ ഇറങ്ങിയതിനൊക്കെ ഗോൾഡ് ഉണ്ടായിരുന്നു. ആൻഡ് ക്ലാസിക്കിനും ബോഡി ബിൽഡിങ്ങിനും ഉണ്ടായിട്ടില്ലായിരുന്നു. ടീം പ്രോയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ. ഇറങ്ങണ എല്ലാത്തിന്റെ പ്രൈസ് അതെ ആൾക്കാർ പറയണ്ടേ. ഷോയിൽ അത് വലിയൊരു സംഭവം. പക്ഷെ ഇപ്രാവശ്യം കുറച്ചുകൂടി നമുക്ക് ഗോൾഡ് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ 4 പേര് മാത്രം കോമ്പീറ്റ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ഞാൻ കണ്ടായിരുന്നു അടിക്കടിക്ക് മറ്റേ വെച്ചാണ് ടോട്ടൽ 12 സംതിങ് ട്രോഫി ഉണ്ടായിരുന്നു. ഈ വർഷം ഫുൾ എടുത്തു തോന്നുന്നു. അതെ ഈ വർഷം സൂപ്പർ ആയിരുന്നു. എത്ര കോമ്പറ്റീഷനാണ് മിസ്റ്റർ ആലപ്പുഴ. മിസ്റ്റർ ആലപ്പുഴ ഞാൻ ഫസ്റ്റ് ചെയ്ത് WFF ഇതിനകത്താ ചെയ്ത് എൻഹാൻസ്ഡ് ആയിരുന്നു. അതിൽ ടൈറ്റിൽ കിട്ടിയായിരുന്നു. പിന്നെ ചെയ്ത എന്റെ വീട്ടിലൊന്നുമില്ല. എനിക്ക് കിട്ടിയത് ആക്ച്വലി ഈ കൊല്ലാണ്. ഇതിന്റെ കാര്യം എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. ജസ്റ്റ് നോക്കുകയാണ്, കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത്. മെൻസ് ഫിസിക്ക് ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ട്രൈ ആണ്. എന്റെ മാക്സിമം കൊടുക്കുന്നത്. ഒരു കോമ്പറ്റീഷൻ ചെയ്യണം. ഏതെങ്കിലും ഒരു ഇയറിൽ നമ്മളൊരു സ്റ്റേജിലുണ്ടായിരിക്കും. ഒബ്വിയസ്ലി നമ്മൾ ഹൈറ്റ് ഏകദേശം സെയിം ആണ്. ക്ലാസിക് ഞാൻ സീനിയർ ചെയ്യും. സൈസ് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും പെർഫോം ചെയ്യാൻ വേണ്ടി ചെയ്യും. ക്ലാസിക്കല് ഓൾമോസ്റ്റ് പോസിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പോസിങ് ചിലപ്പോൾ ചാൻസ് ഉണ്ട്, സ്കോപ്പ് ഉണ്ട്. എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും പ്രായം കുറവെന്ന് തോന്നുമെങ്കിലും ശരിക്കും പ്രായം കൂടുതൽ എനിക്കാണ്. എനിക്ക് 25 വയസ്സുണ്ട്. നിനക്ക് എത്ര വയസ്സുണ്ടോ? 19 ഈ കൊല്ലം. 19. അതാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ബ്രോ. നമുക്ക് നിന്റെ കോമ്പറ്റീഷൻ നോക്കട്ടെ, സെറ്റ് ആകും. ഫസ്റ്റ് കോമ്പറ്റീഷൻ ആണ്. ഭയങ്കരമായിട്ടൊന്ന് എക്സ്പെക്ട് ചെയ്ത് പോസിങ് മെൻസ് ഫിസിക്ക്. ക്ലാസിക് പോസിങ് അടിപൊളിയാണ്. ഞാൻ നിന്റെ പോസിങ്ങിനെ കുറിച്ച് എപ്പോഴും പറയാറില്ല. എന്റെ പോസിങ് ഒരു രക്ഷയിലാണ്. ക്ലാസിക്കലി പ്രത്യേകിച്ചും ഇവന്റെ പോസിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, ടീം പ്രോയില് ക്ലാസിക്കല് ഇവന്റെ പോസിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. എന്റെ ഗോൾ ഇപ്പോൾ ആക്ച്വലി അതാണ്. കേരളത്തിലെ നാച്ചുറൽ ബിൽഡേഴ്സിൽ ടോപ്പ് ആവാം ക്ലാസിക് ഫിസിക്കിൽ. അങ്ങനെ ഒരു ഗോൾ വയ്ക്കാന്നല്ല എന്റെ ഗോൾ അത് തന്നെയാണ്. എനിക്കതല്ല കേരളത്തിലെ ടോപ്പ് പോസിംഗ് നല്ല ആവട്ടെ, ആവാൻ പറ്റട്ടെ. എൻ്റെ ഗോൾ ഞാൻ എന്തായാലും മാക്സിമം ഒരു 5 കൊല്ലത്തിനുള്ളിൽ അച്ചീവ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായിട്ടും ICM ഒരു ഹാമർ അതും കൂടി നിനക്ക് എന്തായാലും കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. നീ എഴുതി വെച്ചു ഇത് ബ്ലോഗിലും ഉണ്ടായിരിക്കും. അന്ന് ഇവന് കിട്ടുമ്പോൾ ഞാൻ ഇത് വെച്ച് വീഡിയോ ഉണ്ടാക്കും, നിനക്ക് യൂസ് ചെയ്യാം. അടിക്കും. പിന്നല്ല ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡേറ്റ് October 9th ഞങ്ങളൊരു തീരുമാനം എടുക്കുക. ഇൻ ഫ്യൂച്ചറിൽ ആദർശ് ICNില് ക്ലാസിക് ഫിസിക്കില് പ്രോ കാർഡും ഹാമറും എടുത്തിരിക്കും. ഇത് എന്റെ വാക്കാ. കേരളത്തില് ഞാനിപ്പോൾ പറയണ്ടത് ആക്ച്വലി മൈൻഡിലിരിക്കട്ടെ. ഓവർ കോൺഫിഡൻസ് ആവും, വേണ്ട. ഒന്നുമില്ല ബ്രോ, നമ്മൾ വിശ്വാസങ്ങളിൽ ഒരു ഓവർ കോൺഫിഡൻസ് അല്ല, അത് പറയാൻ പറ്റണം നമുക്ക്. ബട്ട് എൻ്റെ ഒരുപാട് അങ്ങ് പോകാണ്ടിരുന്നാൽ മതി. നമ്മുടെ ലെവലിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ ഒരു കുഴപ്പമില്ല. എൻ്റെ ആഗ്രഹം അതാണ്, എനിക്ക് എൻ്റെ ആഗ്രഹമുണ്ട്, എനിക്കും ആഗ്രഹമുണ്ട് പ്രോ കാർഡ് എടുക്കാൻ. ഞാനും എടുക്കും. ബട്ട് ഐ നീഡ് സം ടൈം. കാരണം എനിക്കും ലോഡ് ചെയ്യാണ്ട്, എനിക്ക് കുറേ വീക്ക് പോയിന്റ്സ് ഉണ്ട്. ഇതൊക്കെ സെറ്റാക്കി അടുത്ത കൊല്ലം ബെസ്റ്റ് പാക്കേജ് ആയിട്ട് നമ്മൾ ടീം പ്രോ വരുന്നതാണ്. എല്ലാവരും അപ്പോൾ ഓക്കെ, മറ്റേ കോമ്പറ്റീഷൻ കാണട്ടെ. അല്ലേ അടിച്ചല്ലേ സോമാറ്? ഞാൻ കണ്ടായിരുന്നു. ആശാൻ കൂടെ ജിമ്മില് ടോപ്പ് 3 വരട്ടെ. ഓക്കെ, നമസ്കാരം. അന്ന് ഒന്നുമില്ല. അതാ ഞാൻ ചോദിച്ചത്. സുഖം. ഞാൻ ബൈക്കിനാ വന്നത്, ഇച്ചിരി റഷായിരുന്നു. 88 കിലോമീറ്റർ ഉണ്ടായിരുന്നു അവിടെ. 8 മണിയായപ്പോ ഇറങ്ങി. സുഖം ബ്രോ, സുഖം. എന്റെ കണ്ടീഷനോ? പിള്ളേരുടെ കണ്ടീഷൻ ഓക്കെ, ഗുഡ്. നാച്ചുറൽ ഫിസിക്ക് എല്ലാവരുടെ നന്നായിട്ടുണ്ട്. ആര്? ഒരു പൊക്കമുള്ള അതെന്റെ ക്ലൈന്റാ, പത്തനംതിട്ടന്നുള്ള ഹനോക്ക്. ആള് അത്യാവശ്യം നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആളാ. ഡെക്കാത്തലോണിലെ ആൾക്കൊന്നും കിട്ടിയില്ലായിരുന്നു, ഡിസർവിങ് ആയിട്ടുള്ളൊന്നും കിട്ടിയില്ല. ഇല്ല, ആ സമയത്ത് ജഡ്ജസ് അവൻ പറഞ്ഞു, അവനെ സൈഡിലാണ് നിർത്തിയത്, അങ്ങോട്ട് നോക്കിയിട്ടില്ല എന്ന് അവൻ പറഞ്ഞത്. ഇവിടെ അവനൊരു നല്ലൊരു ഡിസർവിങ് ആയിട്ടുള്ള പ്രൈസ് കിട്ടുമെന്ന് വിചാരിക്കുന്നു, ടൈറ്റിൽ അടിക്കുമെന്ന് തോന്നുന്നു. ഹായ്, നമസ്കാരം. അവരുടെ പേരെന്താ? അക്ഷയ്. ഏതിലിറങ്ങുന്നത്? അപ്പൊ ഇപ്പൊ തൃശ്ശൂർ എന്താ പരിപാടി? കഴിഞ്ഞ കോമ്പറ്റീഷൻ വന്നപ്പോൾ ഞാൻ റിലീസാണ്. അതുകൊള്ളൂല്ലേ? മോറ്റോടി തന്നെ, വാഴക്കുളത്ത് തന്നെയാ.
ആദർശ് ലൈനിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് മെൻസ് ഫിസിക് കോമ്പറ്റീഷൻ ആണ്. ഇതിന് മുമ്പ് ഇതിന് തന്നെ ഡിസ്ട്രിക്റ്റിൽ ചെയ്ത് പ്രൈസ് മേടിച്ചതാണ്. ഇത് സ്റ്റേറ്റ് ലെവലിലാണ്. അല്ല ആദർശ് ഫസ്റ്റ് എടുത്തിട്ടുണ്ട്. കൊള്ളാം പോലെ. Senior Masters, Men's Physics, above 170. ഗൈസ് നമ്മുടെ 2 അത്ലറ്റ്സ് ഇപ്പോൾ സ്റ്റേജിൽ നിൽക്കുന്നുണ്ട്. ഇറങ്ങുമ്പോൾ ഒരാൾക്ക് ടൈറ്റിലും ഒരാൾക്ക് സെക്കൻഡും ഉണ്ടായിരിക്കും. അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ 2 ക്ലയൻസ് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇറങ്ങുമ്പോൾ 2 പേരുടെ കയ്യിലും പ്രൈസും ഉണ്ടായിരിക്കും. Both you guys be in center. Be in center. 135, Subhash. Third goes to എബി ആൻഡ് ഹനോക്ക്. അവര് second, first എടുത്തിരിക്കും. Number 312, Rahul. Second prize goes to friend number 182, Hanok Daniel. Number 182, Hanok Daniel. ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ പോകുന്നത് എബിക്കാണ്. Men's Physics title winner, friend number 119. Abhay. എത്രയും പെട്ടെന്ന് സ്റ്റേജിൽ ലൈനപ്പ് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ലാഡ്സ് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുമല്ലോ അവര് സർപ്പത്തിന് നിൽക്കണ പോലെ. താങ്ക് യു സോ മച്ച്. അല്ല ഞാൻ താങ്ക് യു പറയാം, കാരണം നിങ്ങൾ എനിക്ക് വേണ്ടി ഫസ്റ്റ് അടിച്ചതല്ലോ. താങ്ക് യു സോ മച്ച്. എന്റെ നമ്മുടെ ഹനോക്കും എന്റെ ക്ലയന്റ് തന്നെ ഞാൻ പറഞ്ഞ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഇറങ്ങുമ്പോൾ ഒരാളുടെ കയ്യിൽ ഫസ്റ്റും ഒരാളുടെ സെക്കൻഡും ഉണ്ടായിരിക്കും. ബാക്ക് രക്ഷയില്ല ബ്രോ, ഇൻസൈൻ. അത് ബാക്കിൽ നിന്നുള്ള വ്യൂയും ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും ഞാൻ പറഞ്ഞു വേണ്ടിയെടുത്ത് വൈഡായിട്ട് നിൽക്കുക, നല്ല രസമുണ്ടെന്നുള്ള കേസ്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഞാൻ താങ്ക് യു. സോ ഡെക്കാത്തലോണിൽ നമുക്ക് ചെറിയൊരു ഫോൾട്ട് വന്നു. ദെൻ IPCയിൽ നമ്മൾ ഡിസ്ട്രിക്ട് വൈസ് നമ്മൾ ടൈറ്റിൽ എടുത്തു. എന്താണ് നിങ്ങൾക്ക് സന്തോഷം, എന്താണ് എക്സ്പ്രസ് ചെയ്യാനുള്ളത്? ഫുൾ കോൺഫിഡൻസോടെ പറയാ, ബോഡി എത്ര ഉണ്ടായാലും പ്രസന്റേഷൻ പെർഫെക്റ്റ് അല്ലെങ്കിൽ നമുക്ക് സ്റ്റേജിൽ ഒന്നും ചെയ്യാൻ തന്നെ നടക്കില്ല. എൻ്റെ പോസിങ് ഗുരു ആർട്ടിസ്റ്റാണ് ആള്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാൻ അതിലേക്കാൾ ബ്രോയ്ക്ക് എന്താ തോന്നുന്നത് എനിക്ക് പറഞ്ഞാൽ മതി. വളരെ ഹാപ്പി ഉണ്ട്. ഫസ്റ്റ് കോമ്പറ്റീഷൻ ആണ്. എത്രത്തോളം പ്രെപ്പ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്കറിയാം. പത്തനംതിട്ടയിൽ നിന്ന് തൊടുപുഴ വരെ പോസിംഗ് പഠിക്കാൻ വേണ്ടി വന്ന ആളാണ്. അപ്പോൾ തന്നെ ആലോചിച്ചു ഇത്രയും ഹാർഡ് വർക്ക് പുള്ളി പോസിംഗിന് വരെ കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേനും ഇങ്ങനെ ഡെഡിക്കേഷൻ മനസ്സിലാക്കാൻ പറ്റും. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിന്ന് ബ്രോയ്ക്ക് എന്താണ് തോന്നുന്നത് എനിക്ക് അതറിയാൻ മതി. ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യുക, ഏത് സിറ്റുവേഷനും ഡെഡിക്കേഷനോടെ നമ്മളത് തരണം ചെയ്താലേ നമുക്ക് ഈ ഫീൽഡിൽ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഹാർഡ് വർക്ക് റെഡിയാണ്. നെക്സ്റ്റ് ഇയർ നമുക്ക് ഇനി സെറ്റാക്കാം. നിങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങുന്ന തന്നെ വലിയ കാര്യം തന്നെയാണ്. ആരെ ഇങ്ങനെയുള്ള കോൺഫിഡൻസ് ഒക്കെ എടുത്ത് മുന്നോട്ട് വയ്ക്കുന്നത് ആരുമില്ല. സോ അവിടെ നിങ്ങൾ വേറെ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമല്ലേ. ഐ അപ്രീഷിയേറ്റ് യു, റിയലി അപ്രീഷിയേറ്റ് യു. സോറി. നൈറ്റ് എന്ത് പറഞ്ഞു? ട്രാൻസ്ഫോർമേഷൻ തന്നെ.
വേറെ ഏതെങ്കിലും എക്സ്ട്രാ കാറ്റഗറി വരാൻ പറഞ്ഞു? ഈ വരുന്ന ഗോവ. എൻ്റെ ഒരു ക്ലയൻ്റ് ഉണ്ട്, ഒരു ഡോക്ടർ ഫ്രം മഹാരാഷ്ട്ര. അവൾ ഭയങ്കര ബ്രോ എത്ര കിലോ ആയിരുന്നു? പുള്ളി ഏത് 140 ഭയങ്കര സൈസായിരുന്നു. പക്ഷെ അത്യാവശ്യം നല്ല ഷഡഡായി. പക്ഷെ ലൂസ് സ്കിൻ ഉണ്ട്. എന്ത് ചെയ്യാം? ഇത് ഓവർ ബിൽഡ് റെഡി ആവും. എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച്. എന്നിട്ട് പയ്യെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണല്ലേ. ഒരാളിപ്പോൾ അടിച്ചു സീനിയർ കിട്ടി, പിന്നെ ഒരുത്തൻ സെക്കൻഡ് ഉണ്ട്. ബട്ട് എൻ്റെ മാത്രമല്ല ബ്രോ, അവരുടേതായ ഞാൻ ജസ്റ്റ് പോസിങ് കറക്റ്റ് ചെയ്യുന്നുള്ളൂ. ബട്ട് പോസിങ്ങും വേണം, മറ്റേതും വേണം. ഞാൻ എൻ്റെ മാത്രം ക്രെഡിറ്റ് ആയിട്ട് പറയില്ല. അവർ കഷ്ടപ്പെട്ടു, അവർ ഡയറ്റ് എടുത്തു, അവർ പോസിങ് കറക്റ്റ് ചെയ്തു, അവർക്ക് കിട്ടി. ഹായ് ബ്രോ, നമസ്കാരം. ഞാൻ തൊടുപുഴ. ഞാൻ ഡെക്കാത്തോളൻ്റെ ആദ്യത്തെ സീസണിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മെൻസ് ഫിസിക്കിൽ 170 കിലോ. ഇല്ല. അപ്പോൾ നെക്സ്റ്റ് ഇയർ ഇറങ്ങും. ജസ്റ്റ് ഞാൻ 29ലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് ശരിക്കും. മീൻസ് പ്രൈസ് എനിക്ക് വരുന്നത് അപ്പോഴേ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. എന്തായാലും നടക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, തീർച്ചയായിട്ടും. ഇവിടെ വലിയവരുടെ മാത്രമല്ല കേട്ടോ, കുട്ടികളുടെയൊക്കെ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. സോ ഫ്യൂച്ചറിലെ ബോഡി ബിൽഡേഴ്സാണ് ഇവരൊക്കെ. സോ ആൺകുട്ടികളും ഉണ്ട്, അതുപോലെ തന്നെ പെൺകുട്ടികളും ഉണ്ട്. സോ ഒരു നല്ലൊരു എന്താ പറയുക, തുടക്കത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടത്. അവർ വലുതാകുമ്പോൾ ഫ്യൂച്ചറിൽ അവർക്കത് കാണുമ്പോൾ ഒരു മോട്ടിവേഷൻ. ദെൻ മേ ബി വലുതാകുമ്പോൾ തന്നെ എല്ലാവരുടെയും ചിന്താഗതികൾ മാറാം. മേ ബി സ്റ്റിക്ക് ഓൺ ചെയ്യാണ്ടിരിക്കാം. ബട്ട് എന്നിരുന്നാലും ഫ്യൂച്ചറിൽ ഇവർക്കിത് കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവുമായിരിക്കും. സോ നമുക്കൊന്നും ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. സോ അവർ കോമ്പറ്റീഷന് കയറാൻ വേണ്ടിയിട്ട് ലൈനപ്പിൽ നിൽക്കുവാണ്. ഞാൻ നോക്കട്ടെ, കുറച്ച് ക്ലിപ്സ് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. ഇവൻ പുലിയാണ്. ഇവൻ ഡെക്കാത്തലെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നന്നായി നോട്ട് ചെയ്ത് വെച്ചാൽ അമ്മാതിരി പ്രസൻസ് ആ ചേട്ടാ. ഫെയിറ്റ് ആയിട്ട് അയ്യോ 18 വയസ്സാകുമ്പോൾ ആശ മറിച്ച് വയ്ക്കും. പക്ഷെ എല്ലാവരും ബെറ്ററാണ്. ഷോയുടെ വൈദ്യുതി കാറ്ററിംഗ് സർവീസാണോ അതോ ഡെക്കാത്തലൻ? സോറി, എപ്പിസോഡ് ഷോയാണെന്ന് അറിയില്ല. ഒരു കുറേ പേരൊക്കെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ഉണ്ട്. എന്താ ചിലപ്പോൾ ദോശ ഉണ്ടായിരിക്കും. ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ചട്നീസ് ഉണ്ട്, ചായ ഉണ്ട്, മുട്ട ബജി ഉണ്ട്, പഴംപൊരി ഉണ്ട്. എനിക്ക് തോന്നുന്നത് ചില കല്യാണത്തിന് ഇങ്ങനത്തെ സ്നാക്സൊക്കെ കുടിക്കുമല്ലോ, അങ്ങനെയൊക്കെ. പിന്നെ കൊള്ളാം. ജിമ്മ വരുന്ന എല്ലാവരും ജിമ്മന്മാരും ഒന്നുമല്ലല്ലോ, അവരുടെ ആൾക്കാർ വരുമല്ലോ. സോ അവർക്ക് ഇവനിക്ക് എന്തായാലും നമുക്ക് ചായ കുടിക്കാനൊക്കെ തോന്നും. സോ അങ്ങനെ അവർക്കും കുടിക്കാമെന്ന് കരുതി സെറ്റ് ചെയ്തതാണ്. എന്നാലും കൊള്ളാം, നല്ലൊരു പരിപാടി. അത്യാവശ്യം ഫെയർ പ്രൈസും കേട്ടോ, ഓവർ പ്രൈസ്ഡ് ഒന്നും ചാർജ് ചെയ്തിട്ടില്ല. ഉച്ചക്കത്തെ ഫുഡാണെങ്കിലും ബിരിയാണിയൊക്കെ ആണെങ്കിലും ഒരു ഫെയർ പ്രൈസിന് തന്നെയാണ് ചാർജ് ചെയ്തത്. സോ അപ്രീഷിയേറ്റബിൾ ആണ് ആ കാര്യം. ഡെക്കാത്തലനെ പോലെ അത്രയും കവർ ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി ട്രാവൽ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അറൗണ്ട് 88 കിലോമീറ്റർ ബൈക്ക് ഓടിച്ച് വന്നത്. അപ്പോൾ എല്ലാം കൂടി ആയപ്പോഴത്തേനും കവർ ചെയ്യാനും മൊത്തത്തിലൊരു ഡൗൺ ആയിരുന്നു. സോ അതുകൊണ്ട് പ്രോപ്പർ വ്ളോഗല്ല, പക്ഷേ എടുത്തത് എന്തെല്ലാം ഇടുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് പരിപാടിയൊക്കെ. നമ്മുടെ 2 ക്ലയൻസ് എന്താ പറയുക, ഒരാൾക്ക് സെക്കൻഡും ഒരാൾക്ക് ഫസ്റ്റ് മേടിച്ചിട്ടുണ്ട്. ഐ എം റിയലി ഹാപ്പി ഫോർ ദാറ്റ്. ആൻഡ് കൂടെ ഇവനുണ്ടായിരുന്നു, എൻ്റെ കസിനാണ്. ഇവനാണ് എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് തന്നത്. ഫ്യൂച്ചറിലെ ബോഡി ബിൽഡറാണ്. ആൻഡ് എന്താ പറയുക, അത്രേ ഉള്ളൂ. ഞാൻ പുതിയൊരു വ്ളോഗായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. യെസ്, WNBF ആദ്യമായിട്ട് ഇവിടെ വരുന്നുണ്ട്. എവിടെ? ഇന്ത്യയിൽ വരുന്നുണ്ട്. സോ ഞങ്ങൾ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വ്ളോഗ്സും ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ തരാം. കുറച്ചുകൂടി ബെറ്ററായിട്ട് കവർ ചെയ്യാം.
ഇപ്രാവശ്യം എനിക്ക് അത്രയും ചെയ്യാൻ പറ്റില്ല IPCയുടെ. ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ഇയറിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ. ബൈ. ഓക്കെ, നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്, എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് പോകണം. ഓക്കെ, ബൈ, സി യു.